ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇത് മിൽക്ക് കേക്ക് എന്ന് അറിയപ്പെടും, അല്ലെങ്കിൽ സ്ട്രെസ് ലെച്ചസ് കേക്ക് എന്നും അറിയപ്പെടും. അപ്പോൾ ഇത് 3 മിൽക്ക് കേക്ക് എന്നും അറിയപ്പെടാറുണ്ട്. പിന്നെ മിൽക്ക് പുഡിംഗ് എന്നും അറിയപ്പെടുന്ന പല രീതിയിൽ അറിയപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടത്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഈ പാലൊക്കെ ഒഴിച്ച് വളരെ സോഗി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിന് പറയാൻ കാരണം സ്ട്രെസ് ലെച്ചസ് കേക്ക് എന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 3 എന്നാണ് സ്പാനിഷ് ഇതിൽ അറിയപ്പെടുന്നത്. പിന്നെ ലെച്ചസ് എന്ന് പറഞ്ഞാൽ മിൽക്ക്, അങ്ങനെ 3 തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്ന കേക്ക് എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്നത് ഒരു ടബിൽ നമ്മളിത് കേക്ക് വെച്ചിട്ട് അതിന് ഈ രീതിയിലേക്ക് ഒന്ന് റോസ് പെറ്റൽസും പിസ്താഷ്യം നട്ട്സും ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഗിങ് ആയിട്ടുള്ള ഒരു മിൽക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള മിൽക്കാണ് വരുന്നത്. കണ്ടൻസ് മിൽക്ക്, ഇവാപറേറ്റഡ് മിൽക്ക്, ഇങ്ങനെയൊക്കെ ചേർത്താണ്. ഇപ്പോൾ വേഗം തന്നെ വീഡിയോയിൽ കിടക്കുക. ഇതിൻ്റെ ഇംഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രാനുൾസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/8 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ, പിന്നെ 2 ടേബിൾ സ്പൂണ് പാല്. എല്ലാം കൂടെ ഒരു 1/2 kg വരുന്ന വെയിറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ടിന്നാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഏകദേശം ഒരു 6 ഇഞ്ച് ഇതേ വരുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു ടിന്നാണ് ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഓയിലൊന്ന് തൂത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ടിന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു സീവർ എടുക്കുക. അതിലേക്ക് മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞു വെക്കണം. എല്ലാ പ്രാവശ്യം പറയുന്ന കാര്യം തന്നെ. അപ്പോൾ എന്തായാലും മാവ് ഇപ്പോൾ ഇവിടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പം സ്റ്റാൻഡ് മിക്സറാണ് എടുക്കുന്നത്, എൻ്റെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ട അതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒന്ന് ഈ ഒരു കണക്കായി വരുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയോട് നമുക്ക് ചേർക്കാം. അതൊരു ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. ഈ ഒരു സമയം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്താൽ പിന്നെ ഒരു 30 സെക്കൻഡ് മാത്രമേ ഒന്ന് ബീറ്റ് ചെയ്യാവൂ. ഇതിപ്പോൾ ഞാൻ സ്പീഡിലിട്ടുണ്ട് അങ്ങനെ. ഇത് ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാൻ വയ്ക്കാം. ഇനി എഗ്ഗിൻ്റെ മിക്സിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ചേർക്കാം. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, കട്ടൻ ഫോൾഡ് എന്നുള്ള രീതിയിലോട്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർക്കാം. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സപ്പ് ചെയ്ത ശേഷം ബാക്കി മാവ് കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ടൻ ഫോൾഡ് എന്നുള്ള രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ചെയ്ത് സ്പാച്ചിൽ കൊണ്ടൊന്ന് ഒതുക്കിയ ശേഷം ഞാനിപ്പോൾ ട്രെയിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലേ വരാവോ, എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡി ആയിരിക്കുകയാണ്. അതിലോട്ടൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ആവും കേട്ടോ. എന്തായാലും ഒരു 22 മിനിറ്റിനുള്ളിൽ എനിക്ക് ആയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കുന്നുണ്ട് സ്ക്വയറിട്ട്. അപ്പം പറ്റിയൊന്നും പിടിച്ചിട്ടില്ല. അതൊന്ന് ഞാനിപ്പോൾ ഒന്ന് പുറത്തോട്ടൊന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഒരു മിൽക്കിൻ്റെ ഒരു സിറപ്പ് നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഞാനിപ്പം 1/2 കപ്പ് വീതം ഉള്ള 2 പ്രാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് പാല്. സാധാരണ പാലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവാപറേറ്റഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ടാണ് 1 കപ്പ് പാല് വറ്റിച്ച് ഏകദേശം ഒരു 1/4 കപ്പോളം എത്തിക്കണം. അതാണ് ഇവാപറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടത് ഇങ്ങനെ നമ്മൾ സൈഡൊക്കെ ഒന്ന് ഒതുക്കി അതിനെ ഒന്ന് ഈ ഒരു രീതിയിലോട്ട് ഒന്ന് വറ്റിച്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാലിൻ്റെ ഒരു കട്ടി കൂടിയിരിക്കും. ഇതിനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതവിടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തൊന്ന് വന്നിട്ടുണ്ട്. ഇതിനി അരികെ ഒന്ന് വിടിവിച്ചിട്ട് ഒന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം, ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഡിമോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൊട്ടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി ഒന്ന് തിരിച്ചൊന്ന് വയ്ക്കാം. പക്ഷേ ഇത് ഞാനിപ്പോൾ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പകുതി ഒന്ന് അതിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ആ ടബിലോട്ട് വെക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ആയിപ്പോവും കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഒരു കുറച്ച് ഞാൻ കുറച്ച് അതിൻ്റെ കാര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അതൊന്ന് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് സൈഡ് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി അതിനൊരു പാലൊന്ന് നമുക്കൊന്ന് അബ്സോർബ് ആയി വരണം. അതിനാണ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി എടുത്ത് വയ്ക്കുന്നുണ്ട്. സ്ട്രെസ് ലെച്ചസ് എന്ന് പറയുമ്പോൾ തന്നെ 3 പാല് ചേർക്കാമെന്നാണ്. 3 ഇനം പാല്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മിൽമയുടെ സാധാരണ പാലാണ്. അപ്പോൾ ഈ പാല് ഞാൻ നന്നായിട്ടൊന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആ പാലിൻ്റെ 1/4 കപ്പാണ്. പിന്നെ എടുത്തിട്ട് നമ്മൾ ഇവാപറേറ്റഡ് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഒരു 1/4 കപ്പായിട്ട് മാറ്റിയെടുത്ത ആ പാലാണ്. അടുത്ത മിൽക്ക് എന്ന് പറയുന്നത്
പിന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് നമ്മുടെ മധുരത്തെയും സ്വീറ്റ്നെസ്സുമായിട്ട് ചേർക്കുന്നത്. ഇനി ഒരു ലോങ് ആയിട്ടുള്ളൊരു കപ്പ് എടുക്കുക, അതിലേക്ക് ആദ്യത്തെ നമ്മുടെ പാലഡ് ചേർക്കുക, അതിലേക്ക് പിന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഇതൊന്ന് അളന്ന് നോക്കാം, കറക്റ്റായിട്ട് കാൽ കപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു റേഷ്യോ ഞാൻ എടുത്തത്. ഞാൻ കുറച്ച് പോർഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, കേക്ക് പകുതിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് നന്നായിട്ട് ഒന്ന് എല്ലായിടവും ഒന്ന് മിക്സപ്പ് ആവണം. അപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും വേറെ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂടി ചേർക്കാം. എന്നിട്ട് ഈ പാല് ആ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒഴിക്കണം. എത്രത്തോളം, അതായത് മിൽക്ക് കേക്ക് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പോൾ മിൽക്ക് തന്നെയാണ് ഇതിൽ മുഴുവനും ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഒബ്സർവ് ആയപ്പോൾ വീണ്ടും ശകലം കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എത്രത്തോളം ഒഴിക്കാൻ പറ്റും അത്രത്തോളം ഒന്ന് ഒഴിക്കുക. ഇത് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം. ഏകദേശം ഒരു 2 മണിക്കൂറൊന്ന് 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പം വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്യാൻ എടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ്രിസ്ലിൻ എന്ന് പറയുന്ന ഒരു മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നമ്മൾ പഞ്ചസാരം ചേർക്കണ്ട. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്നും ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡർ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഈ ക്രീമിൽ നിന്ന് 1.5 കപ്പ് ഞാനിപ്പം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷനുള്ള ഐറ്റങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് പിസ്ത ഞാനിപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റോസ് പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ, അതിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രീമും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് ആ കേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് സോക്കായിട്ട് ഇരിക്കുകയാണ്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ ഈ ക്രീം ഒന്ന് നിറയ്ക്കുകയാണ്. ഈ ഒരു ടൈപ്പിലുള്ള ഒരു നോസിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ, ഈ ഫ്ലവർ ടൈപ്പിൻ്റെയാണ്. ഇനി കേക്ക് ഇരിക്കുന്ന ഈ ടബ് ഫുള്ളായിട്ട് നമുക്ക് ഈ ക്രീം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഒന്ന് ചെയ്തത്. സാധാരണ ഡ്രസ് ലെച്ചേഴ്സിന് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാറ് കേട്ടോ. പിന്നെ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി, ആ കാര്യം കൂടി ഇപ്പോൾ പറയാം. ഇവാപ്പറേറ്റഡ് മിൽക്ക് റെഡിയാക്കിയ സമയത്ത് ഞാൻ ഷുഗർ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾ അപ്പോഴും ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കണം. ഞാനിപ്പോൾ ആ കണ്ടൻസ് മിൽക്കിൻ്റെ ഷുഗർ കണക്കാക്കിയാണ് ഞാനത് ചേർക്കാത്തത് കേട്ടോ. ഇനി എന്തായാലും പിസ്തയും ആ റോസ് പെറ്റൽസും കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 2 മണിക്കൂറിടെ നമുക്കത് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാമേ. എന്തായാലും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കേക്കൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ രീതിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് പതിയെ അതിൽ നിന്നൊരു പീസ് ഞാനിപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയല്ല അത് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലുണ്ടല്ലോ, അത് കൂടെ ഇതിലിട്ട് ഒഴിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും എൻഹാൻസ് ചെയ്ത് വരുന്നത്. അല്ലാതെ നമ്മൾ സോഗി മാത്രമല്ല, ഈ മിൽക്ക് വെച്ചിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. നമ്മൾ ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചില്ലേ ഗുലാബ് ജാമുൻ്റെ നമ്മൾ കേക്ക് ചെയ്തപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ ഈ മിൽക്ക് വെച്ച് കഴിക്കുമ്പോൾ അസാധ്യ രുചിയാണ് കേട്ടോ. ഇത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു പ്രാവശ്യങ്ങളും ഇത് ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. അത്രയ്ക്കും ഒരു ദിവസം ഇരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്ക് അത്രയ്ക്കുള്ള സമയമൊന്നും കിട്ടിയില്ല. മറ്റുള്ള കേക്ക് ചെയ്യുന്ന പോലെ അത്ര പാടൊന്നുമില്ലല്ലോ, വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഇപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.